ഹലോ. ഓ, എണീറ്റില്ലേടി വധൂരി, സമയം 11 മണിയായി. ഇതാരാ വിളിക്കുന്നേ? നിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ, അതാണല്ലോ ഞാൻ. ആരാടി രാവിലെ തന്നെ എൻ്റെ അച്ഛനെ വിളിക്കുന്നത്? രാവിലെ അല്ല, ഉച്ചാന്ന് പറ. ഫോണിലേക്ക് നോക്ക്, സമയം എത്രയായിന്ന്. കൂടെ വിളിച്ചത് ആരാന്നും കൂടി നോക്ക്. അയ്യോ മായിൻകുട്ടി, നീയായിരുന്നോ? എനിക്ക് മനസ്സിലായില്ലടി. 2 ദിവസമായപ്പോഴേക്കും നീ എൻ്റെ സൗണ്ട് വരെ മറന്നല്ലേ? അത് ഉറക്കത്തിലായോണ്ടല്ലേ പൊന്നെ. നീ പറ, എന്തിനാ ഇപ്പോൾ വിളിച്ചേ? ആ, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിനിടക്ക് കോമഡി ഒന്നും അടിക്കരുത്, അത് ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞേക്കാം. ഇല്ല, നിനക്ക് നിന്റെ നന്ദുവിനെ അറിയില്ലേ മായൻകുട്ടി? ഇത് പെണ്ണെ, നിന്നോട് ഞാൻ മലയാളത്തിൽ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ മായൻകുട്ടി വിളി നിർത്തിക്കോ. ആ ശരി ശരി, നീ കാര്യം പറ. ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരാളുടെ ഫോട്ടോ വിടാം, അത് നോക്കിയിട്ട് ആരാണെന്ന് പറ. ഫോണ് കട്ട് ചെയ്യൊന്നും വേണ്ട, കട്ട് ചെയ്യാതെ നോക്കിയാൽ മതി. ആ നോക്കട്ടെ. ഇയാളോ? എന്തേ, നിനക്കറിയാം ഇയാളെ? ഇയാളാ ഡോക്ടറല്ലേ? ഡോക്ടറോ? ഏത് ഡോക്ടർ? എടി, നിനക്കത് ഓർമ്മയില്ലേ? 2 വർഷം മുമ്പ് നമ്മൾ പാലിയേറ്റീവിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോയത്. എന്റെ ഗുരുവായൂരപ്പ, അയാളാണല്ലേ ഇത്? ഞാൻ എന്താ അയാൾ ഇത്ര പെട്ടെന്ന് മറന്നത്? എന്റെ പൊന്നോ, അന്ന് ഞാൻ ചിരിച്ചൊരു വഴിയായിട്ടുണ്ട് നിങ്ങളെ 2 പേരുടെയും വഴക്ക് കണ്ടിട്ട്. ഓ, ചിരിക്കാൻ മാത്രപ്പം എന്താ? അല്ല, നിനക്ക് ഇവിടുന്ന് ഇയാളുടെ ഫോട്ടോ കിട്ടിയത്? ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിന്റെ വീടിന്റെ മുറ്റം പോലെ ഉണ്ടല്ലോ. ആ, എൻ്റെ വീടിന്റെ മുറ്റം തന്നെയാ മോളെ. അയാളിപ്പം എൻ്റെ വീട്ടിലുണ്ട്. ഏ, നിന്റെ വീട്ടിലോ? ആ, എനിക്കറിയില്ല. ഞാൻ ലില്ലിയെ തെരഞ്ഞ് പുറത്തോടെ നടക്കുമ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും? എന്തിനായിരിക്കും? ആ, എന്തിനാണെങ്കിലും എനിക്കെന്താ. എന്നാ ശരി, ഞാൻ വെക്കാം. ഞാൻ പോയിട്ടൊന്ന് കുളിക്കട്ടെ. ഓ, ഇപ്പോഴും 4 നേരം 5 നേരമൊക്കെ കുളിക്കാറുണ്ടോ നീ? പിന്നില്ലാതെ. ഹോസ്റ്റലാണ് ഇതിലും നല്ലത്, ഇവിടെ ഒരു വൃത്തിയില്ലാടി. ശരി ശരി, ഞാൻ വെക്കാം. ഓക്കെ, ബൈ ബൈ. മയൂരി, ഡി മയൂരി, എഴുന്നേറ്റെ. മയൂരി, എന്തൊരു ഉറക്കായത്. ഇപ്പം ശരിയാക്കി തരാം. ഡി മായൻകുട്ടി നിന്റെ അമ്മായിയപ്പനാടി. ആ, ഇപ്പൊ ഓക്കെ. അല്ലെങ്കിൽ നീ അഭിനയിക്കാന്ന് ഞാൻ വിചാരിച്ചേനെ. എന്താടി, മനുഷ്യൻ ഇന്നലെ തന്നെ ഉറങ്ങിയിട്ടില്ല. എന്താ നിനക്ക് വേണ്ടേ? ഉറങ്ങിയിട്ടില്ല എന്നാ? അതെന്താ, നീ ഇന്നലെ കക്കാൻ പോയിരുന്നോ? കക്കാൻ? ഇതില് നല്ലത് അതായിരുന്നു. നീ ഇന്നലെ ഫോണിൽ സൊള്ളുന്നത് കൊതുക് മൂളും പോലെയായിരുന്നു എൻ്റെ ചെവിയിൽ കേട്ടോണ്ടിരുന്നത്. എനിക്ക് ഉറക്കം വരണ്ടേ? അയ്യേ, അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് മൊത്തം നീ കേട്ടാ? എല്ലാം കേട്ടു, ഉമ്മ വെക്കുന്നത് വരെ. അയ്യ, എന്തൊരു നാണ. ചവിട്ടി കൂട്ടി ഞാൻ. പൊക്കോ നീ എൻ്റെ മുട്ടിന്ന്. മായേ, ഇനി ഉറങ്ങല്ലേ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ. എന്ത്? നീ ഇത്ര പെട്ടെന്ന് മറന്നോ? അത് നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ. ആർക്ക്? സന്ദീപേട്ടന്. ഏത്? ആ പാലിയേറ്റീവിൻ്റെയാ? ആ. എടി നന്ദു, അവർക്ക് വല്ല നേഴ്സുമാരെ വിളിച്ചൂടെ? എന്തിനു നമ്മളെ വിളിക്കുന്നേ? നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ മായൂട്ടി? ചിലപ്പോൾ വയസ്സാം കാലത്ത് ഇവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാനുണ്ടാവുക. ആഹാ, ഈ ഡയലോഗ് എനിക്കിഷ്ടമായി. ആരോ പഠിപ്പിച്ച് തന്ന പോലെയുണ്ട്. നല്ല വെടിപ്പായിട്ടുണ്ട്. ആര് പഠിപ്പിക്കാൻ? ഇത് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതാ. നീ ഒന്ന് വന്നേ, ചെന്ന് കുളിക്ക്, പല്ല് തേക്ക്, എന്നിട്ട് വാ. ഒരു സംശയം, കുളിച്ചിട്ട് പല്ല് തേക്കണോ, പല്ല് തേച്ചിട്ട് കുളിക്കണോ? നീ പല്ല് തേച്ചില്ലെങ്കിലും വേണ്ടില്ല, കുളിച്ചാൽ മതി. വയ്യാത്ത ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓ ശരി മാഡം, ഞാൻ കുളിച്ചിട്ട് വരാം. പല്ല് നാളെ തേക്കാം. ഓ, ഇങ്ങനൊരു വൃത്തിയില്ലാത്ത ശവം. ഡി നന്ദു. ആ, എന്തേ? ഇതാണ് സ്ഥലം. ഇവിടെ കുറേ വീടുണ്ടല്ലോ. നമ്മൾ എത്ര വീട്ടിലേക്ക് പോകുന്നുണ്ട്? നമ്മൾ ഇവിടെയുള്ള എല്ലാ വീട്ടിലേക്കും പോകുന്നുണ്ട്. ഇവിടെ കുറേ പേര് വയ്യാതെ കിടക്കുന്നവരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്കുള്ള മരുന്നും കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഓ, അത് ശരി. അല്ല സന്ദീപേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ വിളിച്ചേ? ഞങ്ങൾ ഡോക്ടറാവാൻ പഠിക്കുന്നതല്ല, നേഴ്സാവാൻ പഠിക്കുന്നതല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളെ വിളിച്ചേ?
എന്താ ഇത്ര നേരം ചോദിക്കാഞ്ഞെന്ന് വെച്ചിരിക്കായിരുന്നു ഞാൻ. ഞാൻ ചോദിച്ചതാ, പക്ഷെ സന്ദീപേട്ടനോടല്ല, ഇവളോട്. ഇവളാണെങ്കിൽ പറയുകയും ചെയ്തില്ല. അതിന് അവൾക്ക് അറിയില്ലല്ലോ കാര്യം എന്താണെന്ന്. എൻ്റെ കുട്ടി, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും രോഗികളോട് കാണിക്കുന്ന കെയറിങ്ങും സ്നേഹവും അത് തന്നെ ഇതിന് കാരണം. അതിന് ഞങ്ങൾ രോഗികളെ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതൊക്കെ സന്ദീപേട്ടൻ എവിടെ നിന്നാണ് കണ്ടേ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും 2 മാസം മുമ്പ് ഒരു ക്യാൻസർ സെൻ്ററിൽ പോയിരുന്നില്ലേ? അവിടെ ഞാനും ഉണ്ടായിരുന്നു. ഓ, എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. മാസ്ക് ഇട്ടോണ്ടാ കാണാതിരുന്നത്. പിന്നെ ഞങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഓ, ഓക്കെ. എന്നവാ നമുക്ക് പോവാം. 1 മിനിറ്റ്, ഡോക്ടർ വരട്ടെ, എന്നിട്ട് പോവാം. ഡാ സന്ദീപേ, ഡോക്ടർ വന്നു. Let me be your man. I wanna hold your hand and take you to your fantasy. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. Eyes, when I look into your eyes. മായേ, ഡോക്ടർ ചുള്ളനാണല്ലോ. നിന്നെ വല്ലാതെ നോക്കുന്നുണ്ട്. മിണ്ടാതിരിട്ടി ശവമേ. ഇതാണ് സന്ദീപ് നീ പറഞ്ഞ കുട്ടികൾ? ആ അതെ ഡോക്ടർ. എങ്കിൽ അവരോട് വരാൻ പറ. എനിക്ക് സന്ദീപേട്ടനെ വരുന്നേട്ടനെയൊക്കെ പോലെ നേഴ്സ് ആവാനായിരുന്നടി ആഗ്രഹം. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ്റെ സമ്മതം എന്തിനായിരുന്നു നീ നോക്കുന്നേ? നിനക്കിഷ്ടമാണെങ്കിൽ നിനക്കായാൽ പോരെ. ആ മതിയായിരുന്നു, പക്ഷെ അച്ഛൻ വീട്ടിൽ കേട്ടില്ല, അതാ പ്രശ്നം. അതിനൊക്കെ എൻ്റെ അച്ഛൻ ഞാൻ എന്താവണമെന്ന് പറഞ്ഞോ അതെന്നെ ആക്കിയിരിക്കും. ഓ, കള്ളനാവണമെന്ന് പറഞ്ഞാൽ അതും ആക്കും നിൻ്റെ അച്ഛൻ. കള്ളനെ എന്തിനാപ്പം നീ ഇതിൽ വലിച്ചയച്ചത്? കള്ളനല്ലാത്തതൊക്കെ. ആ അങ്ങനെ പറ. സന്ധ്യവേട്ടൻ വരുന്നുണ്ട്. നന്ദനെ, മയൂരി, വരൂ. എന്താ മോളുടെ പേര്? ആഹാ, നല്ല പേര്. ഞാൻ മരുന്ന് തരാം, അത് കുടിക്കണേ, എന്നാലേ മോളുടെ അസുഖങ്ങളൊക്കെ മാറുള്ളൂ. മരുന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കണം, കേട്ടല്ലോ? അത് ഒരു കോള് വന്നതാ. ഇയാളെന്തിനിങ്ങനെ ദഹിപ്പിച്ച് നോക്കുന്നേ? മായേ, ഫോണിപ്പോൾ എടുക്കണ്ട, കട്ടാക്കിക്കോ. ആക്കി. ചക്കരക്ക് ഐസ്ക്രീം വേണോ? ഈ ചേച്ചി വാങ്ങിച്ചു തരാലോ. എന്നാ വാങ്ങിച്ചാ? ഇപ്പോഴല്ല, അസുഖമൊക്കെ മാറിയിട്ട് അതിന് മരുന്ന് കഴിക്കണം. ഞാൻ മരുന്ന് കഴിച്ചോളാം. ഗുഡ് ഗേൾ. അപ്പം അസുഖം മാറിയിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഉറപ്പാ? ആ ഉറപ്പാട് ചക്കരെ. എന്താ ചേച്ചി ആൾക്ക് പെട്ടെന്ന് പറ്റിയത്? അത് കുഞ്ഞെ, 6 മാസം മുമ്പാ ഇവിടെ ഡെങ്കിപ്പനി പരന്നു. ഈ ഗ്രാമം മൊത്തം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഇങ്ങേർക്കും പിടിപെട്ടു. അവിടുന്ന് മുതലാ ഇങ്ങനെ തളർന്നു പോയത്. ഓ, ഈ പണ്ടാര ഫോണ് ആരെ ഈ നേരത്തെ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്തായാലും പുറത്ത് ചെന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. ഏയ്, അവനെന്നും ചെയർമാൻ സ്ഥാനത്തേക്ക് നിർത്താൻ പറ്റില്ല. ഇതിന് ഞാൻ സമ്മതിക്കില്ല. അവൻ വേറും ഉടായിപ്പാ. പ്രിൻസിക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്താ പ്രശ്നം? എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടി പിടിച്ചു നിർത്തുകയല്ലേ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മയൂരി. നാളെ ഞാൻ അങ്ങോട്ട് വരട്ടെ. ചെയ്യാൻ കഴിയോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം. പറ്റിയ ആളെ നിർത്തിയിരിക്കുന്നേ. അല്ല, നിന്നാലും ഇപ്പം എന്താ, തോൽക്കുന്ന ഉറപ്പല്ലേ? Make me realize that baby you're the only one for me. എവിടെ നോക്കിയാടി നടക്കുന്നേ? നിനക്കൊന്ന് മുഖത്ത് കണ്ണില്ലേ? രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ഇങ്ങ് വരും മനുഷ്യനെ മെനക്കെടുത്താൻ. സോറി, ഞാൻ ഡോക്ടർ വരുന്നത് കണ്ടില്ല, അറിയാതെ അടിച്ചതാ. എന്നോട് ക്ഷമിക്കണം. എന്ന് ഞാൻ പറയില്ലടോ. തനിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? പണി പാളി. മായേ, കൂടി ഇവിടുന്ന്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഞാനില്ലാന്ന്. ഈ ഡോക്ടർക്കൊന്ന് മയത്തിൽ സംസാരിച്ചൂടെ? തിരിച്ചും അങ്ങനെ സംസാരിക്കും.
രോഗികളോട് മാത്രം നല്ലപോലെ സംസാരിക്കാൻ പഠിച്ചാൽ പോരാ, ചുറ്റുള്ളവരോട് നേരം പോലെ സംസാരിക്കാൻ പഠിക്കണം. സന്ദീപേ, ഈ പെണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. നമുക്കിവരുടെ ആവശ്യമില്ല. ആഹാ, അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. എവിടുന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുപോയാക്കണം. മയൂരി വേണ്ട, നമുക്ക് പോവാം. നീ ഒന്നും മിണ്ടാതിരുന്നേ നന്ദു. ഇവർ നമ്മളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിയിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ കൊണ്ടുവന്നത്. ഓട്ടോക്കുള്ള പൈസ തരാം, ഇപ്പം തന്നെ വിട്ടോ. പറ്റില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഡോക്ടർ തന്നെ ഉത്തരവാദി. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ടേ ഡോക്ടർ പോകുള്ളൂ. ഓ, ഇത് വല്ലാത്ത കുരിശായല്ലോ. ആ ശരി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൊന്നും വേണ്ട, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ. ആഹാ, ഒരു വെയിലും കൊണ്ട് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കണം അല്ലേ? അതൊന്നും പറ്റില്ല. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് കാറിലിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പോരണം. ഓ ഇവള്. ശരി, നിങ്ങൾ കാറിൽ കയറിയിരുന്നോ. ഞങ്ങൾ വന്ന കാറായിരിക്കും ഡോക്ടർ ഉദ്ദേശിച്ചത് അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് അതിലിരിക്കണ്ട. ഞങ്ങൾക്ക് ഡോക്ടർ കാറിലിരുന്നാൽ മതി, അതിലേ AC ഉള്ളൂ. എൻ്റെ കാറിലോ? എൻ്റെ കാറിലൊന്നും ഇരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരാൻ വെച്ചല്ലോ. ഞാനല്ലല്ലോ കൊണ്ടുവന്നത്, പിന്നെ കണ്ട അലവലാദികളെ കയറ്റാനുള്ളതല്ലേ എൻ്റെ കാറ്. ഞങ്ങൾ അലവലാദികളല്ലേ? ഞങ്ങള് നന്ദു, നീ കേട്ടല്ലോ, നമ്മൾ അലവലാദികളാണെന്ന്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. നീ വരുന്നുണ്ടോ? തന്നെ ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കണ്ട നല്ല പണി ഞാൻ തരും. പോടി. മയൂരി മതി, നമുക്ക് പോവാം. നിൽക്ക്, എനിക്ക് അയാളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. തന്നെ ഇനി ഒരിക്കലും ഞാൻ കാണാതിരിക്കട്ടെ. അയാളാണല്ലേ ഇയാള്, പക്ഷെ മനസ്സിലാവുന്നതേ ഇല്ല. ഇയാൾക്ക് നല്ല മാറ്റമുണ്ട്. നല്ല മസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? മായേ, നീ എന്ത് വെറുതെ ഒന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ല മഞ്ചേച്ചി. അടുത്ത ആഴ്ചയല്ലേ നിനക്ക് എക്സാം? പോയിരുന്ന് പഠിച്ചൂടെ? എന്താ ചേച്ചി, ചേച്ചി കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തളരൂട്ടോ. അമ്മ, അച്ഛൻ, മധുവേച്ചി, മനേട്ടൻ, ഇവർ 4 പേരും എനിക്കൊരു തൊയിലും തരുന്നില്ല. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ മോളെ. എൻ്റെ അവസ്ഥ നിനക്ക് വരരുത്, അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ പറയുന്നത്. ചേച്ചി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ചോദിക്ക്. ചേച്ചിയുടെ എക്സ് അല്ലേ ആ നിരഞ്ജേട്ടൻ? നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? മര്യാദക്ക് പോയിരുന്ന് പഠിച്ചോ. അവളുടെ ഒരു ചോദ്യം. എനിക്കറിയാടി മോളെ മഞ്ചരി വർമ്മേ, ഇതാണ് നിന്റെ ആളെന്ന്. എൻ്റെ ഈശ്വര, ഇവളെങ്ങനെ ഇതറിഞ്ഞത്? ഇനി ഇവളെൻ്റെ ഡയറി വല്ലതും എടുത്ത് വായിച്ചോ? അതെ മോളെ, അവൻ തന്നെ ആള്. പക്ഷെ എക്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ എൻ്റെ ജീവനാ. ഇപ്പോഴെനിക്ക് ഒരുപാട് ഇഷ്ടം അവനെ. പഠിക്കാനൊരു മൂടും കിട്ടുന്നില്ലല്ലോ. അയാളോട് ചെന്ന് 2 പറഞ്ഞാലോ? ചിലപ്പോൾ പോയ മൂട് തിരിച്ചു വന്നാലോ? വേണ്ട, എന്നിട്ട് വേണം ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാൻ. എൻ്റെ കിച്ചേട്ടൻ വിചാരിച്ച എനിക്കൊരവസരം കിട്ടുമല്ലോ. എൻ്റെ കൃഷ്ണ, എനിക്ക് വലുതൊന്നും വേണ്ട, ചെറിയൊരു പണി കൊടുക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി. നിരഞ്ജ, നമുക്കിവിടെ നിൽക്കണോ? ഇവിടുന്ന് പോയാലോ? ഡാഡി പറഞ്ഞത് നീയും കേട്ടതല്ലേ, നമുക്കിവിടെ നിന്നേ പറ്റൂ. പിന്നെ അവളോട് എനിക്ക് ചോദിക്കണം. സമയം കുറേ ആയല്ലോ, ഇങ്ങേരെന്താ വരാത്തെ? മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. രാവിലെ ഒന്നും കഴിക്കാതെയാണോ പോകുന്നത്? ആ, രാവിലെ കഴിച്ചു, വീണ്ടും വിശക്കുക. എൻ്റെ കൂടെ വാ, 2 പേരും. എനിക്ക് വിശക്കുന്നില്ല, അവന് കൊടുത്തോ. ഞാനൊറ്റക്ക് പോവില്ല, നീയും വാ എൻ്റെ കൂടെ. ഇവനെന്താ കല്യാണം കഴിച്ചോണ്ട് പോകണോ? ഞാൻ വരാം, നടക്ക്.
നീ എന്താ മധു ഇങ്ങനെ നോക്കുന്നേ? നടക്ക്. പാവത്താനെ പോലെ അഭിനയിക്കുന്നത് കണ്ട് നോക്കിയതാ. മധു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്കിപ്പോൾ വിശക്കുന്നില്ലേ? എൻ്റെ കൂടെ വാ. എന്താ എന്നെ പറയാൻ സമ്മതിക്കാത്തേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. കൂടെ വന്നാൽ കഴിക്കാനുള്ളത് എടുത്തു തരാം. എന്താടാ ഇവളിങ്ങനെ? എനിക്ക് പറയാനുള്ളത് എന്താ അവൾ കേൾക്കാത്തേ? ഇതിനൊക്കെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത്. നമ്മളിവിടെ നിന്നേ പറ്റുള്ളൂ. എല്ലാത്തിനും കുറച്ച് സമയം വേണം. നീ എന്തായാലും വാ. അച്ഛ വന്നു. ഐസ്ക്രീം കൊണ്ടുവന്ന് കാണും. യെസ്. Woman.